അപ്പോൾ ഈ ലാമിൻ യമാൽ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കുറുകെ വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെറുതെ ഒരു ഗോളിന്റെ കഴിഞ്ഞിട്ട് വെറുതെ ഉള്ള ഒരു സെലിബ്രേഷൻ അല്ല, അതിന്റെ പിന്നിലൊരു ചരിത്രം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ലാമിൻ യമാൽ വല്ലാത്തൊരു കളിയാണല്ലോ ബാഴ്സലോണയിൽ. കാരണം കഴിഞ്ഞ ദിവസം നടന്ന കളിയിലൊക്കെ ആ ഒരു അസിസ്റ്റും പിന്നെ ആ ഒരു ബ്രില്യന്റ് ഗോളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, പഴയ മെസ്സിനൊക്കെ ഇങ്ങനെ ഓർത്തു പോകാം ബാഴ്സലോണയിലല്ലേ. ആ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ കൈ കുറുകെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് 304 അങ്ങനെയാണ് പുള്ളി വെക്കുന്നത്. 304 എന്ന് പറഞ്ഞാൽ ലാമിൻ യമാൽ ജനിച്ചത് കാറ്റലോണിയയിലെ ഒരു റാഷ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ ആ സ്ഥലത്തിന്റെ പിൻകോഡാണ് 304 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പിൻകോഡിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതായത് വന്ന വഴി മറക്കാതെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഗോളും നേടിയത് പുള്ളി ഇങ്ങനെ ഒരു കൈ കുറുകെ വെച്ചിട്ടുള്ള സെലിബ്രേഷൻ. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ അല്ലെങ്കിൽ കാറ്റലോണിയയിലെ ഏറ്റവും ദരിദ്രർ, അതായത് ആഫ്രിക്കൻ വംശജരും പിന്നെ പുള്ളിൻ്റെ അച്ഛനൊക്കെ മൊറോക്കൻ കുടിയേറി പാർത്തവരാണല്ലോ, അങ്ങനെ ഏറ്റവും ദരിദ്രർ വന്ന് താമസിക്കുന്ന അവിടുത്തെ ഗവൺമെന്റ് പോലും അതിനെന്താ ചാണകക്കൂടം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തു നിന്നും ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുമ്പോൾ ഞാൻ വന്ന വഴി